ഹായ് ഹായ് ഗുഡ് മോർണിംഗ്. ഞാൻ നിങ്ങളുടെ സോളമൻ അഡാട്ട്. ഞാനൊരു യാത്ര പോയ വിവരണം നൽകാൻ വേണ്ടിയിട്ടാണ് ഇന്നിവിടെ നിൽക്കുന്നത്. ഞാനും എൻ്റെ കൂട്ടുകാരൻ ആൻ്റണിൻ്റെ ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഒരു വാഗണാറ്. അപ്പം ഞങ്ങൾ ടാക്സിയിൽ പോയപ്പോൾ ഇങ്ങോട്ട് കിടക്കാൻ പറ്റിയില്ല. അപ്പോൾ ആ വണ്ടിയിലായിരുന്നു ഞങ്ങളുടെ യാത്ര. യാത്ര എന്ന് പറയുമ്പോൾ ബഹുരസമായിരുന്നു. കാരണം ഞങ്ങൾ ഇവിടുന്ന് ഇങ്ങനെ യാത്ര പുറപ്പെട്ടു. തൃശ്ശൂരിൽ നിന്ന് പിന്നെ ഗൂഡല്ലൂർ വഴിക്ക് പോവാം, നിലമ്പൂർ വഴി അങ്ങനെ കയറിയിട്ട് പോവാം. അങ്ങനെ ഇപ്പോൾ ഈ ലാൽ ജോസ് ഇവരൊക്കെ സന്തോഷ് കുളങ്ങരൊക്കെ പറയണ പോലെ ഞാനും ഒരുപാട് സ്വപ്നങ്ങൾ ആയിരുന്നു, പ്രതീക്ഷകളായിരുന്നു. അതെൻ്റെ ജീവിതം അങ്ങനെ തന്നെയാണ്. എല്ലാവരുടെ ജീവിതം അങ്ങനെ തന്നെയാവും തന്നെ പ്രതീക്ഷിക്കുന്നത്. സ്വപ്നങ്ങളും പ്രതീക്ഷകളാണ് നമ്മുടെ ജീവിതം. അങ്ങനെ ഞങ്ങൾ ഓരോ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് മഴ കിട്ടി. അവിടെ നല്ല വെയിലായിരുന്നു. കുറച്ച് ദൂരം കഴിഞ്ഞപ്പോൾ മഴ കിട്ടി. പിന്നെയും ഞങ്ങൾ യാത്ര തുടർന്നു. അപ്പോൾ അങ്ങനെ നിലമ്പൂരെത്തനായിട്ട് മുന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തുടങ്ങി. അവിടെ നിന്ന് ഒരു ഇൻഫർമേഷൻ കിട്ടി തുടങ്ങി ഞങ്ങളുടെ FM-ൽ. അതായത് വയനാട് ബ്ലോക്ക് ഉണ്ട്, അവിടെ ഭൂചലനം വരുന്നുണ്ട്, അങ്ങനെ കുറേ. അപ്പോൾ നമ്മളിപ്പോൾ എല്ലാ FM-ഒക്കെ ഒരുവിധം നമുക്ക് വിശ്വസിക്കാം. പക്ഷെ മറ്റേ ഈ വെയിലത്തെ നമ്മളെല്ലാതും വിശ്വസിക്കാൻ പറ്റില്ല. ഫേക്കായിട്ടുള്ളതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ചിലർ ഈ സമയങ്ങളിൽ ചിലരിതിനെ ഒരു വക്രീകരിച്ച് കാണാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ സംഭവിക്കാത്തൊരു കാര്യം സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ചിലർ പേടിപ്പിക്കും. അതുകൊണ്ട് എന്തോരം ബുദ്ധിമുട്ടാണ് മറ്റുള്ളവർക്ക് വരണമെന്നുള്ളത് അവർ ശ്രദ്ധിക്കാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയണ, അയ്യോ ഇവിടെ എങ്ങനെ ഉണ്ടായി, അവിടെ അങ്ങനെ ഉണ്ടായി. ചിലർ വെറുതെ നമ്മൾ പറയില്ല, ബഡായി വിടുക എന്ന് പറയില്ല. അതിനും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ഉണ്ട്. ഞാൻ നോക്കിയപ്പോൾ തെറ്റ് ചെയ്തവർക്കും ഉണ്ട്, അല്ലെങ്കിൽ ശരി ചെയ്തവർക്കൊക്കെ ഉണ്ട് ഈ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ. അപ്പോൾ ഞാൻ അതുമ്മ മാത്രം പറഞ്ഞു പോവല്ല. അങ്ങനെ ഞങ്ങൾ പോയി. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് മൈസൂർ അങ്ങനെ പാലസൊക്കെ കാണാമെന്നുള്ളൊരു കണ്ടീഷനിൽ പോയി. അപ്പോൾ മൈസൂർ കിടക്കണേറ്റ് മുന്നേ ആൾ പറഞ്ഞു, നമുക്കിങ്ങനെ ഒരു പച്ചക്കറി തോട്ടങ്ങളുണ്ട്. ആൻ്റണി ഇതിൻ്റെ ഒരു മെയിൻ ഡീലറാണ്. കാരണം ഈ പച്ചക്കറി, അതുപോലെ ക്യാബേജ്, ഇഞ്ചി, മഞ്ഞൾ, അങ്ങനെ കുറേ സാധനങ്ങൾ ഞങ്ങളവിടെ കണ്ടു. അപ്പോൾ അവിടത്തെയൊക്കെ പ്രത്യേകത തോന്നിച്ചത്, ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് തമിഴ്നാട് ആണ് ഏറ്റവും കൂടുതൽ പച്ചക്കറി ഉൽപ്പാദിപ്പിക്കുന്നതിൽ നമ്പർ 1 അവരാണെന്ന് വിചാരിച്ചു. പക്ഷെ പിന്നീട് കർണാടകനെ കണ്ടപ്പോൾ അവരതിലും വലിയ സംഭവമാണെന്ന് മനസ്സിലായി. എന്തായാലും അവരൊക്കെ നമുക്ക് ഭക്ഷിക്കാനുള്ള തരുന്നുണ്ടെന്ന് കാണുമ്പോൾ അവർക്കൊരു ഷെയ്ക്കൻഡ് കൊടുക്കണം എന്ന് പറയില്ല. കർണാടക മോശക്കാരല്ല, നമ്മൾ കഴിക്കുന്നവരും മോശക്കാരല്ല. നമ്മൾ പലപ്പോഴും ഇത് കഴിച്ചിട്ട് പറയണ പോലെ ഞാൻ പറയാറുണ്ട്, അതെ ഇതിലവർ വിഷമടിച്ചിട്ട് തരുന്നുണ്ടാ എന്നൊക്കെ പറയും. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ കണ്ടപ്പോഴേ വിഷമടിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിലും അവരതുപോലത്തെ ഒരു ഐറ്റം നമുക്ക് തരുന്നുണ്ടല്ലോ. നമ്മൾ പറയില്ലേ, ഒരു ക്യാബേജ് അത് അവിടേക്ക് എത്തിക്കാൻ കടുകിൻ്റെ കണ്ടു, കടുക്, അതുപോലെ തന്നെ ഇഞ്ചി, അതുപോലെ പൂക്കൾ. ഇപ്പോൾ ഓണത്തിന് ഇപ്പോൾ നമ്മൾ വയനാട് വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തായാലും ഇത് നമ്മൾ പോവും. ജീവിതം മുന്നോട്ട് പോകേണ്ടത് തന്നെയാണ്. അപ്പം അതിൽ അവർക്കൊരു അനുശോചനം അർപ്പിക്കുന്നതോടൊപ്പം തന്നെ ഞങ്ങളങ്ങനെ നിലമ്പൂർ കാണാം എന്ന് വിചാരിച്ചു. നിലമ്പൂർ കാട്ടിൽ ടൈഗർ ഉണ്ടാവും, അതുപോലെ ഒരുപാട് മൃഗങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ. അപ്പം ഞാനും ഇങ്ങനെ
വലിയൊരു സന്തോഷത്തിലായിരുന്നു. മൃഗങ്ങളെ കാണാം, മാനിനെ കാണാം. ടൈഗർ വന്നിട്ട് വണ്ടിയിൽ ചാടണ്ടെന്ന് വിചാരിച്ചിട്ട് വെള്ളി മൂങ്ങിയായിട്ട് പോവാഞ്ഞ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ നമ്മൾ ഓരോ ഡയലോഗ് വിട്ടിട്ട് വലിയ പ്രശ്നത്തിലേക്ക് എത്തണ്ടല്ലോ എന്ന് വിചാരിച്ചു. പറഞ്ഞ പോലെ ഞാൻ വലിയ പുലിയാണ് എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ശരിക്കുള്ള പുലി വന്നിട്ട് വീഴുമ്പോൾ നമുക്ക് അത്രയ്ക്ക് സുഖം ഉണ്ടാവില്ല. ഞങ്ങളൊരു അടച്ചുറപ്പുള്ള വണ്ടി, ഇപ്പം ഞാൻ പറഞ്ഞില്ല, അതുപോലത്തെ ഒരു സെക്കൻഡ് വണ്ടിയിൽ പോയി. അപ്പോൾ അവിടെ എത്തി ഞങ്ങൾ ഗൂഡല്ലൂർ അവിടെ സ്റ്റേ ചെയ്തു. ഗൂഡല്ലൂർ സ്റ്റേ ചെയ്തതിന് ശേഷം അവിടെ നിന്ന് ഞങ്ങൾ പിറ്റേ ദിവസം പുറപ്പെടാമെന്നാണ് വിചാരിച്ചത്. ഗൂഡല്ലൂരിൽ നിന്ന് ഒരു ദിവസം പിറ്റേ ദിവസം കാലത്ത് പോണു. അപ്പോൾ അത് രാവിലെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൃഗങ്ങളൊക്കെ ഇങ്ങനെ റോട്ടിൽ ഇങ്ങനെ നിൽക്കണ്ടാവും. അപ്പം നമുക്കിങ്ങനെ ലൈവായിട്ട് പിടിക്കാം. അവരെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നത് മൃഗങ്ങളെ പിടിക്കില്ല, ഈ വീഡിയോയിൽ ഇങ്ങനെ പകർത്തി ഒപ്പിയെടുത്ത് ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിങ്ങളെ കാണിക്കാമെന്നൊക്കെ ഉള്ളൊരു അഹങ്കാരമൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്നപ്പോൾ വലിയ സംഭവങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷെ എങ്കിലും കുറേ മാനുകൾ അല്ലെങ്കിൽ ആനകൾ നിൽക്കണം കണ്ടു, മാനിനെ കണ്ടു. പിന്നെ അവിടെ നമുക്കെന്ന് വെച്ചാൽ അവിടെ ലൗഡല്ല, നമുക്കിവിടെ ഇറങ്ങിയിട്ട് അങ്ങനെ പിടിക്കാനും പറ്റില്ല. കാരണം അതിനവർ സമ്മതിക്കില്ല. ഫോറസ്റ്റ് കണ്ടു കഴിഞ്ഞാൽ ഫൈനുണ്ട്. 2 കാടുകളാണ്, ഒന്ന് മുതുമല, അത് തമിഴ്നാടിൻ്റെ അണ്ടറിലാണ്. പിന്നൊന്ന് അപ്പുറത്തേക്ക് കിടക്കുമ്പോൾ കർണാടകയുടെ അണ്ടറിലാണ്. അങ്ങനെ 2 കാടുകളാണ് അവിടെ. 2 ചെക്ക് പോസ്റ്റുകളും കണ്ടു. ആ വഴിക്ക് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. ഈ യാത്രയിലുടനീളം ആൻ്റണി അയാളുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നു. ഞാനും ഇതൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിങ്ങനെ, സംഗതി ഒരു ടെൻഷൻ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വീട്ടിൻ്റെ ഒരു കോൾ ടാക്സി ഓടിക്കാറുണ്ട്. പിന്നെ ഞാൻ സ്ഥിരം പറയാറുള്ള പോലത്തെ കാര്യങ്ങൾ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. അപ്പോൾ അവിടെ നിന്ന് മൈസൂർ പാലസും മറ്റുള്ളതൊക്കെ കണ്ട് കർണാടകയിൽ നിന്ന് കയറിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ അന്ന് തന്നെ വന്ന് ഊട്ടിക്ക് കിടക്കാമെന്നാണ് വിചാരിച്ചത്. ഊട്ടിക്ക് കിടക്കുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഊട്ടി ഞാൻ പറയാറുള്ള പോലെ തന്നെ അവൾ മനോഹരിയാണ് അല്ല, അങ്ങനെയൊക്കെ പറയുന്ന പോലെ ഈ കോടമഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോൺസിലസ് എനിക്ക് വരും. എനിക്കിഷ്ടമുള്ളതൊന്നും നടക്കാറില്ല എന്ന് പറയില്ലേ. നല്ല കോട എനിക്കിഷ്ടമാണ്, നല്ല മഞ്ഞ് എനിക്കിഷ്ടമാണ്, ആറ്റ്മോസ്ഫിയർ വളരെയധികം ഞാൻ ഹാപ്പിയാണ്. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് എന്തുണ്ടാവുക, ഈ ടോൺസിലസ് വരും, അങ്ങനെയുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ പണ്ടത്തെ പോലെ അങ്ങനെ ഇപ്പോൾ ഈ മോഹൻലാൽ ചോദിക്കണ പോലെ അയ്യോ വൈകിട്ട് എന്താ പരിപാടി എന്നൊക്കെ ചോദിക്കണ പോലെ വൈകിട്ട് ഇപ്പോൾ പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ അതുകൊണ്ട് തണവാണെങ്കിൽ അത് അങ്ങനെ സ്വീകരിക്കാറാണ് പതിവ്. അത് നടക്കുക, കാലത്ത് നടക്കുക, വൈകിട്ട് നടക്കുക, അങ്ങനെ അതിനെ തരണം ചെയ്ത് പോകും. അപ്പോൾ ഞാൻ ആ യാത്ര വിവരണം ഇപ്പോൾ ഇത് പറയുന്നത് നമ്മുടെ സ്വന്തം അടാട്ട് നിന്നിട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ കൂടിയാണ് ഞാൻ ആ സ്ഥലങ്ങൾ കാണിക്കുന്നത്. അയനിക്കാട് നിന്നിട്ടാണ് പറയണത്. അപ്പോൾ യാത്ര നിങ്ങൾ ഫോളോ ചെയ്തോളൂ. ഇപ്പോൾ ഒരു കോള് വന്നിട്ടുണ്ട്, അപ്പോൾ അങ്ങോട്ട് പോകണം. അതുപോലെ തന്നെ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോസ് ഇതിൽ കുറച്ച് ഷെയർ ചെയ്യുന്നുണ്ട്, നിങ്ങൾ കാണണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ സ്ഥലത്തും പോയിട്ട് നമ്മൾ കാണാൻ പറ്റില്ല, അതിനുള്ള സാമ്പത്തികം ഇല്ല. അപ്പോൾ നമ്മൾ ഇതിന് ആരെങ്കിലും ചെയ്യുമ്പോൾ ഞാനായാലും അത് കണ്ടിരിക്കാറുണ്ട്. ഇപ്പോൾ വണ്ടി ഞാൻ മേടിച്ചത് തന്നെ, അതായത് ഇതുപോലെ എന്തെങ്കിലും കണ്ടിരിക്കാം, അതിൻ്റെ കൂട്ടത്തിൽ കൂടെ നമുക്കൊരു ഇൻകം കിട്ടണം, ജീവിക്കാൻ പറ്റണം. ഇതാണ് ഒരു മനുഷ്യനെന്ന് പറയുമ്പോൾ, നമുക്ക് ജീവിക്കണം, ജീവിച്ചു പോകണം, അതിന് ജോലി ചെയ്യണം. ഒരു ജോലി എല്ലാവർക്കും ഉണ്ടാവും. ഇത് പലരെയും നമ്മൾ പറയണ പോലെ, ഞാൻ പറയണ പോലെ പരമാവധി തട്ടിക്കാണ്ടും വെട്ടിക്കാണ്ടൊക്കെ പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്വർഗത്തിലെത്താൻ പറ്റുന്നതാണ് എൻ്റെ ഇപ്പോൾ ഗുരുക്കന്മാരൊക്കെ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ള ഒരു രീതി. ആ വഴിക്ക് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, നാടോടുമ്പോൾ നടുവേ ഓടണം എന്ന് പറഞ്ഞിട്ടുള്ള, ഞാൻ സൈഡിൽ കൂടെയാണ് പോകാറ്. ഇപ്പം നടുവിക്കടെ ഓട്ടം കൂടുതലാണ്. അപ്പോൾ എല്ലാവരും നടുവിക്കടെ പോകുമ്പോൾ അതിലെ കടക്കാൻ പറ്റില്ല.
നമ്മൾ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നടുവിൽ കൂടെ ഓടേണ്ടി വന്ന് കഴിഞ്ഞാൽ അത് ഓടന്നെ വേണം അല്ല. അപ്പോൾ ഓക്കെ.